അപ്പോൾ നമ്മളെ കൂട്ട് സോങ് ഇറങ്ങി, എല്ലാവരും പോയി കാണാം, കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ഇറങ്ങി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കഴിഞ്ഞിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിതിൽ ഒരുപാട് കുറേ ആൾക്കാരോട് താങ്ക്സ് പറയാനുണ്ട്. അതിൽ ഹനാനും ജുബൈറിക്കും, അതായത് ഇത്രയും നല്ലൊരു വർക്ക് ഇനിയും എസ് പി കെനെ ഞങ്ങളെ ചെക്കന്മാരൊക്കെ വിശ്വസിച്ച് തന്ന ജുബൈർക്കാക്കും ഹനാനും താങ്ക് യു. അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു DOP ആയിട്ട് ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ഒരു നല്ലൊരു വർക്ക് ചെയ്യണമെന്ന്. അതും അങ്ങനെ ചെയ്യാൻ പറ്റി, അതും ഒപ്പമുള്ള കൂടെ ആയതുകൊണ്ട് നല്ല സന്തോഷം. പിന്നെ എന്താ വെച്ചാൽ ഒപ്പമുള്ള കൂടെ ആയതുകൊണ്ട് വലിയ ടെൻഷനും കാര്യങ്ങളും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടോ, അതായത് തുടക്കം മുതൽ അവസാനം വരെ എല്ലാവരും ഹെൽപ്പ് ചെയ്തിന്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവസാനത്തേക്ക് വെച്ചാണ് ഇങ്ങനെ ഒരു ഷൂട്ട് ചെയ്യാന്നുള്ള പ്ലാന് കൺഫേം ആയതും. ഓക്കെ, വാഗമണ്ണ് പോയി ഷൂട്ട് ചെയ്യുക, എല്ലാവരും നാട്ടിലുണ്ട്, അങ്ങനെ ഒരു സംഭവം പ്ലാൻ വന്നതും. അപ്പോൾ ഒരു ഷൂട്ടിൻ്റെ 2 ദിവസം മുന്നേ നമ്മളിങ്ങനെ കോട്ടക്കൽ നിന്നിങ്ങനെ എന്താ ഷൂട്ട് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് വേണമല്ലോ, എന്തെങ്കിലും ചെറിയൊരു സ്ക്രിപ്റ്റിലും വേണമല്ലോ ഇങ്ങനെ സാധനം ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മളിങ്ങനെ കുറേ ആലോചിച്ച് ലാസ്റ്റ് പറഞ്ഞ് ഒരു ചെറിയൊരു സാധനം കിട്ടി. ഓക്കെ, അപ്പോൾ എന്താ വാഗമണ്ണ് ഷൂട്ട് ചെയ്യുക, ലൊക്കേഷനൊന്നുമില്ല, നമുക്ക് എന്തായാലും ലൊക്കേഷനൊക്കെ ലോക്ക് ചെയ്തിടണം. ലൊക്കേഷൻ പോയി കണ്ട് ഇവിടെ നിന്ന് സാധനം ഷൂട്ട് ചെയ്യുക, ഫുള്ള് സെറ്റാക്കിയതാണ്. അപ്പോൾ ഞാനും SPക്കും അന്ന് തന്നെ കൊച്ചി പോയിട്ട് ഉറങ്ങി പിറ്റേ ദിവസം നീച്ചിട്ട് നമ്മൾ നേരെ വാഗമണ്ണ് പോയിട്ട് വേണം നമുക്ക് ലൊക്കേഷൻ നോക്കാൻ. അപ്പോൾ നമ്മൾ നേരെ വാഗമണ്ണ് പോയി. അവിടെ അന്നൊരു രാവിലെ മുതൽ പിറ്റേ ദിവസം വൈകുന്നേരം വരെ നമ്മൾ ലൊക്കേഷൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ ലൊക്കേഷൻ നോക്കുന്ന ഇടയിൽ നമുക്ക് സ്ക്രിപ്റ്റ് സെറ്റായിട്ടില്ല. നമ്മളെ മനസ്സിൽ കുറച്ച് സാധനങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഇതിന് മുന്നത്തെ വീഡിയോയിൽ മനസ്സിലാവും. നമ്മളിങ്ങനെ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കാം, മനസ്സിലൊരു സാധനമുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ലൊക്കേഷൻസൊക്കെ കിട്ടി. നമ്മൾ ഇന്ന സ്ഥലത്ത് ഇന്ന സാധനങ്ങൾ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്ത്. പിന്നെ ഉള്ളത് സ്ക്രിപ്റ്റാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് എന്താ പറയുക, സ്ക്രിപ്റ്റ് ഒക്കെ ഇല്ല അതിൽ അന്ന്. അതായത് നമ്മളെ ഷൂട്ട് ചെയ്യണ തലേന്നാണ് സ്ക്രിപ്റ്റ് ഫുൾ സെറ്റ്. ഓക്കെ, ഇന്ന സാധനം ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ജസീം, എന്താ പറയുക, നമ്മൾ നിഹാൽ എല്ലാവരും വന്നു. പിന്നെ അതേപോലെ എടുത്ത് പറയേണ്ട ആൾക്കാരാണ് പ്രസൂണും ഫഹദും. ഓല് എന്താ പറയുക, പ്രസൂണ് പറഞ്ഞാൽ കുറുപ്പ് ഫിലിമിൽ വർക്ക് ചെയ്ത ആളാണ്. അതേപോലെ നമ്മൾ ഫഹദ് എന്ന് പറഞ്ഞാൽ തല്ലുമാല, അതേപോലെ ജിംഷിക്കാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഓലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അതായത് ഇന്നെ കുറേ സൽമാൻ ഇതിങ്ങനെ ചെയ്താൽ അടിപൊളിയാവും, ഇങ്ങനെ ചെയ്താൽ സെറ്റാവും, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഇത് എന്താ പറയുക, എങ്ങനെ ഇതാക്കും, ഇത്ര നമ്മളെ ചെക്കന്മാരുണ്ട്, ഇവരൊക്കെ നമ്മളെ ഇതാക്കിയിട്ട് നമ്മളെ വിശ്വസിച്ച് നല്ലൊരു വീഡിയോ ആവുമെന്ന് വന്നതാണ്. പിന്നെ ജുബൈർക്ക് അണ്ണനൊക്കെ നമ്മളെ വിശ്വസിച്ച് തന്ന സാധനമാണ്. അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു അടിപൊളിയാക്കി കൊടുക്കണം എന്നുള്ളൊരു സാധനം ഉണ്ടായിന്. അപ്പോൾ അതായത് ഇങ്ങനെ എനിക്ക് ഫുൾ സംഭവങ്ങൾ ഓല പറഞ്ഞത്. അപ്പോൾ ഓല കൊടുത്തത് SPK കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ആളാണ് SPK. അതായത് ഇതിൻ്റെ പിന്നിൽ A to Z, അതായത് ഇപ്പോൾ ക്യാമറൻ്റെതായിക്കോട്ടെ ലൈറ്റിങ്ങിൻ്റെതായിക്കോട്ടെ എല്ലാവരെയും വിളിച്ച് ഫുൾ കോർഡിനേറ്റ് ചെയ്തതും, അതേപോലെ ഇവരെ കൊടുന്നതും. അത് SPKക്ക് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ കണക്ഷൻസ് ഉണ്ട് ഓനും ഫിലിമിലായതുകൊണ്ട് ഇങ്ങനത്തെ കുറേ ആൾക്കാർ ചെക്കന്മാരറിയാം. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ അതായത് അന്ന് സ്ക്രിപ്റ്റിൻ്റെ ആ ദിവസം മുതൽ ഇത് റിലീസാവണ അന്ന് വരെ ഓന് ഫുള്ള് ഓട്ടേന്. അങ്ങനെ പറയണ്ട, ഫുള്ള് ഓട്ടേന്. അപ്പോൾ SPKക്കും താങ്ക് യു. അപ്പോൾ SPKയും കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു സാധനം ഇങ്ങനെ ആയത്. പിന്നെ എടുത്ത് പറയാനുള്ള ഒരാളാരാന്ന് വെച്ചാൽ, ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. എനിക്ക് എന്താ പറയണമെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെതായ കുറച്ച് സംഭവങ്ങളുണ്ട്, അങ്ങനെ എഴുതി വെച്ച് ആരൊക്കെ പറയണമെന്ന്. പിന്നെ എടുത്ത് പറയേണ്ട ഒരാളാണ് ഡാക്സോ. അതായത് ഡാക്സോ എനിക്ക് തോന്നുന്നു ഷൂട്ട് കൈയോളം ഉറങ്ങിയിട്ടുണ്ടാവില്ല. കാരണം ഷൂട്ടിൻ്റെ അന്ന് നമ്മൾ എത്തി, നമ്മൾ ലൊക്കേഷൻ രണ്ടിന് പോയി. പിന്നെ നമുക്കൊന്നും ഉറങ്ങാൻ ടൈമില്ല, സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങൾ. പിന്നെ എന്താ വെച്ചാൽ ഓരോരുത്തരും ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഓൽക്ക് റൂം സെറ്റ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ആൾക്കാർക്ക് പുറത്തേന് റൂം, കുറച്ചൊക്കെ നമ്മൾ നിൽക്കുന്നിടത്തേന് റൂം. അപ്പോൾ ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഉറങ്ങും, അപ്പോൾ അടുത്ത ആൾക്കാർ വരും, എന്നിട്ട് ഓൽക്ക് റൂം വാങ്ങിച്ചു കൊടുക്കാൻ പോകും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം മേടിക്കാണ്ടാവും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് ഇന്ന സംഭവങ്ങൾ എന്തെങ്കിലും വേണ്ടി വരും. അപ്പോൾ ഡാക്സോ കുറേ നല്ല ഓടി നടന്നത്. ഇതേപോലെ തന്നെ ഷാദി മസ്തിൻ്റെ സെറ്റിലുണ്ട്. ഡാക്സോ നല്ല ഓടി നടന്നിട്ടുണ്ട്. അപ്പോൾ ഡാക്സോക്ക് താങ്ക് യു. പിന്നെ പറയാൻ നമ്മളെ ചെക്കന്മാർ കേട്ടോ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതല്ല, എനിക്ക് ഫസ്റ്റത്തെ ഈ ഒരു സംഭവം നമ്മളെ ചെക്കന്മാരെ കൂടെ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ, അതായത് ഫസ്റ്റത്തെ ദിവസം ഓൽക്ക് ഉറക്കം പോലും കിട്ടിയിട്ടില്ല. അതായത് ഓല് അന്ന് നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ എത്തുന്നത് രാത്രി 3 മണിക്കോ 4 മണിക്കോ എങ്ങനെയാണ് എത്തുന്നത്.
അപ്പോൾ എന്നിട്ട് അന്ന് എത്തിയിട്ട് കുറച്ച് നേരം ഉറങ്ങി, 1 മണിക്കൂർ 2 മണിക്കൂർ ഉറങ്ങിയിട്ട് പിറ്റത്തെ ദിവസം രാവിലെ 6 മണിക്കാണ് ഷൂട്ട് തുടങ്ങുന്നത്. ആകെ 2 മണിക്കൂർ 1 മണിക്കൂർ അവർക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ഇതൊന്നും കാണിച്ചില്ല, ഫുൾ അഭിനയിച്ച്. അസുറൊക്കെ സീൻ അഭിനയം. അപ്പോൾ അത് പിന്നൊരു സങ്കടമുള്ള എന്താ വെച്ചാൽ നമ്മൾ അർഷു ഷിബിലി ഓലൊന്നും ഇതിലില്ലേനും, ഓൽക്കും വരാൻ പെട്ടെന്നുണ്ടായ സംഭവത്തിന്. അപ്പോൾ ഓൽക്കൊന്നും വരാനില്ല. പിന്നെ ഷിബിലി പോയിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ, അപ്പോൾ ഓൽക്കും അങ്ങനെ വരാൻ കഴിഞ്ഞില്ല. പിന്നൊരിടത്ത് പറയേണ്ട ആളാണ് ഈ ക്യാമറയ്ക്ക് പിന്നിലിരിക്കണ കെ പി ഉണ്ട് വീഡിയോ എടുക്കുന്നത്. കാണിച്ചെടുക്കട്ടെ. കെ പി ഫാത്തിമ. അപ്പോൾ എന്താ വെച്ചാൽ ലാസ്റ്റിക്ക് വെച്ച് നമ്മൾ ഏകദേശം സംഭവങ്ങളൊക്കെ അങ്ങനെ ലാസ്റ്റിക്ക് വെച്ചിട്ടേക്കറ എല്ലാതും. അതായത് എനിക്കൊണ്ട് ഒരു ദിവസം മുന്നേ കെ പി ഇങ്ങനെ പോസ്റ്റർ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസം മുന്നെയാണ് ഇങ്ങനെ കെ പി ഇങ്ങനെ പോസ്റ്റർ വേണോ എന്താ പറയുക. അതിൽ കെ പി ഫസ്റ്റ് ചീത്തയാണ് പറഞ്ഞത്. നിങ്ങളൊക്കെ എല്ലാതും ഈ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഇതാക്കാൻ പറ്റില്ല, വെറുതെ പറയാം ഇതാക്കാൻ പറ്റില്ല എന്നൊക്കെ അവർക്ക് വയ്ക്കും. കെ പി ഒരു കൈവേറിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കൊണ്ടതായ സംഭവങ്ങൾ അതിക്ക് ഇതാക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഫസ്റ്റ് ഇറക്കിയ പോസ്റ്റർ സീന് അടിപൊളിയാണ്. പിന്നെ അതേപോലെ വീഡിയോ ഇറങ്ങേണ്ട അന്നാണ്, ഇന്നലെയാണ് വീഡിയോ ഇറങ്ങിയതെന്നുണ്ടെങ്കിൽ ഇന്നലെയാണ് ഇറങ്ങിയത് കേട്ടോ വീഡിയോ. അപ്പോൾ അതിൻ്റെ 1 മണിക്കൂർ മുന്നേ അല്ല കെ പി പോസ്റ്റർ ചെയ്തത്. 1 മണിക്കൂർ മുന്നേ കെ പി സൗണ്ട് ചെക്ക് ചെയ്ത് വന്നിട്ടാണ് കെ പി പോസ്റ്റർ ഇങ്ങനെ സെറ്റാക്കുന്നത്. അപ്പോൾ കെ പി അതും പിന്നെ പിന്നെ നമ്മളെ ചെക്കന്മാരെല്ലാവരും, പിന്നെ ജസീമാണ് വീഡിയോ എഡിറ്റ് ചെയ്തത്. അപ്പോൾ ജസീമ എങ്ങനെ വെച്ചാൽ നമ്മൾ 28-ാം തീയതി ജസീമിൻ്റെ ഫ്ലൈറ്റ്, നമ്മൾ 26-27 ഷൂട്ട് കെ പി 26-27 ഷൂട്ട്. അപ്പോൾ 28-ാം തീയതി ജസീമിൻ്റെ ഫ്ലൈറ്റാണ്. ജസീമിന് ഒരു ദിവസം നിൽക്കാൻ പറ്റുള്ളൂ. ജസീം വന്ന് ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞെന്ന് ഇങ്ങനെയൊക്കെ ആട്ടോ ചെയ്യേണ്ടത് അവനും പറഞ്ഞു. ജസീമിന് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് തുടക്കം മുതൽ ജസീമിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ നല്ല സെറ്റാവും, ഇങ്ങനെ ഇതാക്കിയാൽ സെറ്റാവും. എന്നിട്ട് ജസീം ഒരു ദിവസം വന്ന് വീഡിയോ വിഷ്വലിൽ നിന്ന് ഇങ്ങനെ സംഭവങ്ങളൊക്കെ പറഞ്ഞെന്ന് ഓന് പിറ്റത്തെ ദിവസം പോയി. ഓനൊരു ദിവസം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അതേപോലെ ഈച്ചും ഫസ്റ്റത്തെ എടുത്ത സീക്വൻസിലുണ്ടായിരുന്നു. അതായത് ഈച്ചുവിന് പനിച്ചെന്ന് പരിപാടിൻ്റെ അന്ന് ഫസ്റ്റത്തെ ഷൂട്ടിനന്ന് പനിച്ച്. അപ്പോൾ ഈച്ചുവിന് പിറ്റത്തെ ദിവസം പോകേണ്ടി വന്നു. പിന്നെ നിഹാലും എനിക്ക് ഇങ്ങനെ പാട്ടുണ്ട് പറഞ്ഞപ്പോൾ ഇങ്ങനെ കുറേ എന്നോട് ആദ്യം പറഞ്ഞു ഇങ്ങനെ റെഫറൻസ് ആളൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് എന്നിട്ട് അതേപോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ സംഭവങ്ങൾ. പിന്നെ അന്നും ഇതേപോലെ ഇങ്ങനെ പ്ലാൻ ചെയ്ത മുതൽ റിലീസിൻ്റെ അതുവരെ എന്നെ വിളിക്കും, എന്തായി വീഡിയോസ് ചെയ്ത് കഴിഞ്ഞോ, കളർ ചെയ്ത് കഴിഞ്ഞോ, എന്തായി എങ്ങനെയുണ്ട് ഒക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞ് ഇങ്ങനെ അയച്ചു കൊടുക്കും, ഇങ്ങനെ സാധനം ചെയ്താൽ അങ്ങനെ ഉണ്ടാവും. ഞാനിലോണ്ട് അങ്ങനെ ഒപ്പീനിയൻ ചോദിക്കലുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്താൽ സെറ്റാവില്ലേ എന്തായാലും. അപ്പം ഞാനും കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെൻഷൻ പിന്നെ നാനോട് പറയണത് എന്താ പറയുക, പരിപാടിൻ്റെ 2 ദിവസം മുന്നേ ഞാനാട്ടോ DOP ചെയ്യണത് പറഞ്ഞ്. അതിലാണ് പറഞ്ഞ് എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിന്. അതിലാണ് ഞാൻ പറഞ്ഞു അതിനെന്താ ഇതേപോലത്തെ വലിയ പരിപാടികൾ പിടിക്കുക, അല്ലാതെ എന്താ ചെയ്തോ, ധൈര്യമായിട്ട് ചെയ്തോ, ഫുൾ സപ്പോർട്ട് തന്നെയാണ്. ഞാനും നല്ല സപ്പോർട്ട് ചെയ്തിന്. പിന്നെ ഇത് ഞാൻ പറഞ്ഞോ എൻ്റെ മറ്റേ DOP അത് പറഞ്ഞു അല്ലേ. പിന്നെ ഇപ്പം എന്തേനു പിന്നെ പിന്നൊന്നുമില്ലല്ലോ കെ പി പറയാൻ ഇല്ലേ, പറഞ്ഞില്ലേ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ പോയി കാണാം. അതിൽ എനിക്കറിയാം കുറേ സംഭവങ്ങൾ ഇതിൽ പറയാൻ വിട്ടു പോയിട്ടുണ്ടാവും എന്നറിയാം. അപ്പോൾ എന്താണെന്ന് ഓർമ്മയിട്ടില്ല. ഞാനിപ്പോൾ ഇതൊക്കെ പിടിച്ച് നോട്ട് ചെയ്ത് വെച്ച സാധനങ്ങളാണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. അപ്പം ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ കൂട്ടിൻ്റെ സോങ്ങിന് വേണ്ടിയിട്ട് ലൊക്കേഷൻ കണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം വ്ളോഗ് ഇടുന്നത് കൊണ്ട് 6 മാസമായിരുന്നു നമ്മൾ വ്ളോഗ് ഇട്ടിട്ട്. അതെ, എല്ലാ മാസം ഇടാന്ന് പറയലുണ്ട്. പക്ഷെ ഇതൊന്നും പറയണ പോലെയല്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ഉണ്ടാവും, ചിലപ്പോൾ. ഒന്നാമത് എന്താ വെച്ചാല് മടി പിടിച്ചു പോയി, അതാണ് സംഭവം. ഡാക്സോ നമ്മളൊക്കെ വെയിൽ കൊള്ളണ്ട ടാൻ അടിക്കണ്ടെന്ന് കരുതി. ഇപ്പൊ ഡാക്സോ തട്ടി.
നമ്മൾ ഈ നാച്ചുറൽ ആ സാധനം ആയതുകൊണ്ട് അങ്ങനെ വേണ്ടി ടീഷർട്ടൊക്കെ അയച്ചിട്ട് നടക്കണം. അല്ലാതെ അത്ര നാച്ചുറാലിറ്റി വേണ്ടല്ലേ? അത്ര പണിയെടുക്കും സംഭവം. ഓ ഇത് നൈസാട്ടോ. ഈ ഏരിയ അവിടുത്തെ ഏരിയ ഒക്കെ അടിപൊളിയാണ്. അതെ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഡാക്സോ സ്പീക്ക് അതേപോലെ നമ്മളുള്ളൂ, മറ്റവരൊക്കെ എത്തിക്കൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിക്കാം. അപ്പോൾ നമ്മളെ കുളം, ആ ഓ ഇത് കൊള്ളാലോ അല്ലേ? ഇത് നൈസ്. അവിടെ ഒരു പാലം എന്തോ ഉണ്ടോ? അവിടെ ഒരു പാലം എന്തോ ഉണ്ട്. ഇത് നൈസായി. ഒന്നുമില്ലടാ. പ്ലാനിങ് എന്താ പറയും? പോസ്റ്ററല്ല പറയും. എന്തിനാ പേടിക്കണേ? അതാണ് ഇപ്പൊ ഫോട്ടോഷൂട്ട്. അപ്പൊ ഓരോരുത്തരെ ഇങ്ങനെ ഇരിക്കുമ്പം തലകൾ മാത്രം ഇങ്ങനെ ഇവിടുന്ന് കാണും, ഫ്രെയിമിൽ കാണും. ഫ്രെയിമിൽ കണ്ടിട്ട് അപ്പോൾ ആൾക്കാർ വിചാരിക്കാൻ നോർമലായിരിക്കുന്നു. ഇവരൊക്കെ ഇരിക്കുന്ന പൊസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ കല്ലിട്ടിരിക്കും, അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഹ്യൂമർ പരിപാടി കിട്ടും. ആ ഒരു പരിപാടി പോസ്റ്ററിനൊക്കെ അല്ലേ? അതെ, പോസ്റ്ററിനൊക്കെ നൈസാവും. അതൊന്ന് നോട്ട് ചെയ്തു. വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. വെയിലൊന്നും കൊള്ളൂല. നമ്മളെ ഏട്ടന്റെ കടയാണ്. ഏട്ടന്റെ പേരെന്താ? ഷെരീഫ്. നിങ്ങള് ഗുലാനെന്നാ വിളിക്കുന്നത്? കണ്ടോ, ഈ നാട്ടിലത്തെ ഗുലാനാണ് ഈ ഗുലാൻ. അപ്പൊ മൂപ്പരാണ് നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അല്ല നോക്കിയിരുന്നേ. യെസ്, ലൊക്കേഷൻ മാനേജർ മൂപ്പരാണ്. പിന്നെ ആ വണ്ടിയിലുണ്ട് കുറച്ച് ആൾക്കാര്. ഇത് പവർ മാനേജർ ഫുൾ ടൈം ഓൺ ആയിക്കണം. പവർ കൺട്രോളർ ഫുൾ ടൈം. അവിടുന്ന് ഇവിടെ എത്തുന്നത് വരെ ഓൺ ആയിരുന്നു. ഉറങ്ങിക്കാണ്ടേക്കണം, സ്വപ്നത്തിലേക്കണം. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് അടുത്ത ലൊക്കേഷൻ. അപ്പൊ ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞ ഫുള്ള് ലൊക്കേഷൻ ഹണ്ടിങ് കേട്ടോ. കൊള്ളാലോ സ്ഥലം. സൂപ്പർ സ്ഥലം. സൂപ്പർ. സ്ഥലത്തിന്റെ പേരെന്താ അറിയോ? സ്ഥലത്തിന്റെ പേരെന്താ? സൂപ്പർ സ്ഥലം. ഇപ്പോ നമ്മൾ കൊടയൊന്നും ഇല്ലാത്തോണ്ട് ഫുഡ് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഡോപ്പി അല്ലങ്ങായി DOP. ആ അപ്പോ സ്പീക്കർ എങ്ങോട്ട് വാ ഇത് പറയട്ടെ. അപ്പൊ ഇതില് കണ്ട ഫ്രെയിം എന്തേനു ഈ സുഹൃത്തുക്കളെ ആദ്യമായിട്ട് ഫസ്റ്റ് DOP പരിപാടിയാണ്. അതേപോലെ SPKന്റെ ഫസ്റ്റ് ഡയറക്ഷൻ പരിപാടിയാണ്. അപ്പോ എന്താ വെച്ചാൽ പെട്ടെന്ന് ഉണ്ടായ സംഭവം അല്ലേ? വളരെ പെട്ടെന്ന് വളരെ തീരുമാനിച്ചു. മറ്റന്നാളെ ഷൂട്ട്. അതെ. അപ്പോ അപ്പൊ അതാട്ടോ പെട്ടെന്ന് ഉണ്ടായ പരിപാടിയായിരുന്നു. അപ്പൊ അതിൻ്റെതായ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പൊ ചെക്കന്മാരെ എത്തിയില്ലട്ടോ. ചെക്കന്മാരൊക്കെ വന്നോണ്ടിരിക്കാണ്. അനാനും ഓൽക്കൊക്കെ ഒരു ഷൂട്ട് ഉണ്ടായതുകൊണ്ട് ഓല് കുറച്ച് കഴിഞ്ഞാൽ ഓലെത്തും. അപ്പൊ നിയാല് ജസീമാവും ആദ്യം എത്തുക. അതെ, തിരക്കുള്ള ആർട്ടിസ്റ്റുകളൊക്കെ. അപ്പൊ നമ്മള് വണ്ടി അതാട്ടോ, ഇതിലാണ് നമ്മൾ വന്നത്. രസമുണ്ടാവും ഈ ദിമ്മ നിക്കണ ഫ്രെയിം അല്ലേ? അതായത് ഈ ദിമ്മക്ക് ഇങ്ങനെ ചെക്കന്മാരിങ്ങനെ നിക്കണ സാധനം ചെയ്താൽ നല്ല രസമുണ്ടാവും. അതെ, ദിമ്മ ഇങ്ങനെ ചെക്കന്മാരിങ്ങനെ നിക്കണ നമ്മള് പ്ലാൻ ചെയ്യണത്. ഇതാണ് നമ്മളെ ലൊക്കേഷന്. കിട്ടുന്ന ലൊക്കേഷനാണ്. പക്ഷെ എന്താ വെച്ചാൽ ഇങ്ങോട്ട് കുറച്ച് നടക്കാണ്ട്. അപ്പൊ നമ്മള് ചെക്കന്മാരൊക്കെ നടക്കും. നടന്ന ഓ ഇത് സീ ഫ്രെയിം. എന്റെ ബാക്കിൽ നോക്കാം. എറണാകുളത്തുനിന്ന് കളമശ്ശേരിന്ന് ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് നടക്കാൻ പറഞ്ഞാൽ അനാൻ കേൾക്കൂല. അവനോട് പറയരുത്. അനാനോട് നമ്മള് പറയാൻ പോണത് ഇവിടെ അടുത്ത കുറച്ചുകൂടെ നടക്കാനാണ് പറയാൻ പോണത്. അപ്പോ ഓ ബ്രോരായി പറയും വ്ളോഗില്. ബ്രോന്റെ പേര് പറഞ്ഞോളി. ഇൻസ്റ്റാഡി ആട്ടാ പറഞ്ഞപ്പോ ഇൻസ്റ്റാഡി പോയേക്കാ. ബ്രോന്റെ പേര് ബ്രോ ആക്ടറാണോ?
ആയിക്കോട്ടെ വ്ളോഗ് ഓഫ് ആക്കി കാണാം. അപ്പൊ ഏട്ടന്മാരുണ്ടത് പുലി ഉണ്ട്. പുലി അല്ലേട്ടാ പുലി ഇല്ലേ അവിടെ? ഒരു ദിവസം അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഞാനത് എന്തോ മാറ്റി വെച്ചു. അല്ല നമ്മള് ഷൂട്ടിന് വന്നതല്ലേ. അതായത് ഇത്ര ഉള്ളു കേട്ടോ. ഇതിന്റെ ഇടയിൽ ഒരു കട്ട് പോകാനുള്ള വെച്ചാൽ ഞാൻ നിൽക്കണോടന്ന് അവന്റെ റിവീലിംഗ് ഷോട്ട് എടുക്കണം. അതിനുള്ള ഒരു സ്പേസ് കിട്ടിയാൽ മാത്രം മതി. അത്രേ ഉള്ളൂ. അതാ ഇപ്പം പറഞ്ഞത് 3 സെക്കൻഡ് അവിടെ എത്തിയിട്ട് ടൈം എടുത്താലും കുഴപ്പമില്ല. ഫീൽ 4 സെക്കൻഡ് എടുത്താൽ അതിന്റെ കട്ട് പോകും. ആക്ടർ എന്താണ് ആക്ടിങ്ങിനെ കുറിച്ച്, സ്വന്തം ആക്ടിങ്ങിനെ കുറിച്ച് എന്താ പറയുള്ളത്? തേങ്ങയും പറയല്ലോ, ഒന്നിനും വെക്കൂല, തട്ടിമുട്ടാണ് എല്ലാം കൂടി, തട്ടിമുട്ടിയും ജീവിക്കാണ്. അസുറോ ഒരു എങ്ങനെയാണ് ചിരി വരണ്ടേ? അപ്പൊ അടുത്തത് അസുറുന്റെ ആക്ടിങ് ആട്ടോ. അതെ, ഫസ്റ്റ് ടേക്കില് റെഡി ആവണം. റെഡി ആയത് തന്നെ. കാണുന്ന എഴുതിട്ടാണ് അടിയിലിരിക്കുന്നത്. ക്യാമറ അവിടെ വെച്ചിരിക്കുന്നത്. എന്താ പറ്റിയ മച്ചാനെ ഇങ്ങനെ കടബന്ധാ പേരലുകൾ അഭിനയിക്കാണ്. ബാസിലിന്റെ ആക്ടിങ് ആണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. വേറങ്ങി പൊറാട്ടയും ഫ്രീ കറി. മാറ്റിട്ടോ. ഇത് വോളിബോൾ ഇട്ടാ മതില്ലേ? ഇതാണ് ഞങ്ങൾ ആക്ടർ. ഇവന്റെ ഒരു സീനുണ്ട് മക്കളെ, ഉറങ്ങിട്ടുണ്ടിരിക്കുന്ന സീന്. ഞാൻ ഫാനായത് എവിടെ അറിയോ? ഞാൻ എല്ലാരും അഭിനയം കണ്ടു. അപ്പം ഞമ്മളൊക്കെ മോശമാക്കിയെങ്കിലും ഒറ്റ സീൻ എന്തെങ്കിലും കുട്ടച്ചേട്ടൻ തിമിർത്തു കിടുക്കി കലക്കി. നബീല ഉറങ്ങി അഭിനയിച്ചു. ആദ്യം നബീലിനോട് പറഞ്ഞേ ജസ്റ്റ് അവിടെ കടന്നാ മതി പറഞ്ഞു. അതിലേക്ക് വല്ല പെടുന്നില്ലായിരുന്നു, ഫോക്കസ് ഔട്ട് ആണ്. അതിൽ നബീല എങ്ങനെ ആയത്തിലെങ്ങനെ, കാരണം ഫോക്കസ് ഔട്ട് ആണ്. അത് ചെയ്തിട്ട് കാര്യമില്ല. അതായത് അഭിനയം ഉണ്ട് അവിടെ. രണ്ടാമത് നബീലിനോട് പറഞ്ഞു ഈ കറക്റ്റ് ഫോക്കസ്ഡിലാണ്, ഇത് സിംഗിൾ ഫ്രെയിം ആണ്, ഈ മാത്രം എങ്ങനെ അറിയോ? ഓണൊക്കെ അറിയാത്ത പോലെ കം നബീന്റെ അടുത്ത് മരുന്നുണ്ട്, പാരസിറ്റമോള്. നമ്മള് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. അപ്പൊ ഞങ്ങള് 4 ആളും എങ്ങനെയുണ്ടായിരുന്നു? നമ്മള് ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ പറയലേ? രണ്ട് കൊലകൾക്കിടയിൽ ഒരു വായ. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാ ഷൂട്ട് ചെയ്ത്?
54 സെക്കൻഡ് ഹാഫ് ഡേ കൊണ്ട് നമ്മൾ തീർത്തു. ഓ എങ്ങനെ ഉണ്ടായിന് ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഡയറക്ടർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിന്? 4 ഇച്ചിരി ഹെറ്റിക് ആവാനുള്ള കാരണം നമ്മൾ റോഡിന്റെ നടുവിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ റിസ്ക്കും പരിപാടികളും ഓൾറെഡി ഇലക്ഷൻ ആയതുകൊണ്ട് പെർമിഷൻ അങ്ങനെ റോഡിൽ ചെയ്യുന്നത് തന്നെ തലവേദന. അപ്പൊ എല്ലാം പരിപാടികളും എന്തായാലും എല്ലാവരും അടിപൊളിയായിട്ട് നമ്മളെ പയ്യന്മാരും നമ്മൾ മാനേജ് ചെയ്തു. മിനിമൽ ക്രൂ അതിപ്പോ ഞങ്ങളിപ്പോ കടയിൽ അങ്ങനെ ചെയ്യും. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ ഇതാണ്ട് എന്റെ ആശാന് ആശാൻ ഉണ്ടായതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ആശാൻ ഉണ്ടായതുകൊണ്ട് ടെൻഷൻ ഫുള്ള് പോയി. കാരണം ആശാൻ ഇതിലേക്ക് ചെയ്തിട്ടുണ്ട് പറഞ്ഞോടുക്ക് പറയേ ചെറിയ പരിപാടികളാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ പരിപാടി പറയേ. കല്ലുമാല, പിന്നെ കപ്പേള, രാമേന്ദ്രൻ, ഇങ്ങനത്തെ പടങ്ങളൊക്കെ ജിംഷി കാലത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ട് റിലീസ് ആയിട്ടില്ല, പോസ്റ്റ് നടക്കുന്നു. ഒറിജിനൽ പടത്തിന്റെ പേര് ഇൻഷാല്ലാ അപ്പൊ റിലീസ്. അപ്പൊ എന്റെ ഭാഗ്യാണ്, എന്റെ ആശ. എനിക്ക് ഇങ്ങനത്തെ ഒരു ആശാനൊക്കെ അതാ അത് ഈ ആശാൻ. താങ്ക് യു ആശാൻ. ഹലോ ഗായ്സ്, അപ്പോ ഇന്ന് ഡേ 2 അല്ല ഡേ 3 നമ്മൾ വന്നിട്ടില്ല. ഷൂട്ട് ഡേ 2. അപ്പോ രാവിലെ 5 to രാത്രി ഇന്നലെ എത്ര 11-10 എടാ 10 മണി വരെയാണ് ഷൂട്ട്. അപ്പൊ ഇന്ന് ലാസ്റ്റ് ഡേ ഷൂട്ടാണ്. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ പോണത് എന്താ വെച്ചാല് ഒരു കായൽ തപ്പി പോവാണ്. പക്ഷെ കായലോ കുളോ കുളിക്കുന്ന സീൻ എടുക്കാനല്ലേ. യെസ്. അപ്പോ ചെക്കന്മാരൊക്കെ ഇങ്ങനെ ഇറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഹെക്ടിക് ആയിരുന്നു, പക്ഷെ നമുക്ക് ഔട്ടിന്റെ കാര്യത്തിൽ അടിപൊളി. അതുകൊണ്ട് മൈക്കില്ല. ഷൂട്ട് ഭയങ്കര ഹെക്ടിക് ആയിരുന്നു, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. പക്ഷെ അതിനുള്ള റിസൾട്ട് ഇഷ്ടപ്പെട്ടിനൊക്കെ റിസൾട്ട് ഉണ്ട്. അപ്പൊ ചെക്കന്മാരാണെന്നുണ്ടെങ്കിലും നമ്മളാണെന്നുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് പറ്റണ മാക്സിമം ചെക്കന്മാരിപ്പോ വെയില് ഇപ്പോ വണ്ടിയും കാര്യങ്ങളൊന്നുമില്ല, നല്ല വെയിലാണ് ഇവിടെ. ഇപ്പോൾ ഈ ടൈമിൽ ഇറങ്ങിയാൽ നല്ല തണുപ്പാണ്. പക്ഷെ ഒരു 10 മണി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ ചെക്കന്മാർ വെയിലുണ്ടിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും നല്ല സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ നമ്മളെ ക്രൂവിൻ്റെ പേര് എൻ്റെ അസോസിയേറ്റ് പ്രസൂൺ, റിഷാജ്, എല്ലാവരും ചില്ലായി നിന്നുകൊണ്ട് പരിപാടികൾ അടിപൊളിയായിട്ട്. അതേപോലെ നമ്മളെ ഫാദ്, അമീന് എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നേ ഓലൊക്കെ. ഇപ്പോൾ ഷൂട്ടിൻ്റെ ഇടയിൽ കുറച്ച് സമയം പോസ്റ്റ് കിട്ടി. നമുക്ക് ഔട്ട്ഫിറ്റ് ചെക്ക് നോക്കിക്കോ. ബാസ്പിക്ക ഔട്ട്ഫിറ്റ് ചെക്ക്. കൊണ്ട ഇവിടെ ആൾക്കാരൊന്നും. ഇതെന്റെ ആശ. ഹായ് ബ്രോ. അത് വേറെ 3 നഷ്ടന്മാർ. അതിലൊരാൾ ഫ്രണ്ടത്തെ ആളാട്ടോ സ്പോട്ട് എഡിറ്റർ. ഇപ്പൊരു നമ്മൾ ഷൂട്ടിന് വേണ്ടിയിട്ട് വരും കേട്ടോ. നമ്മൾ ഇന്നലെ വന്ന ലൊക്കേഷനാണ്. അപ്പം എല്ലാവരും വരുന്നുണ്ട്. ഓടാടുന്നത് ഇവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഈ ഒരു അവസരം കിട്ടില്ല, താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? ഉറക്കനെ പറയും, മൈക്കില്ല. ശരിക്കും പറഞ്ഞാൽ സൽമാൻ എന്ന് പറഞ്ഞ ദൈവത്തെ പോലെയുള്ള ഒരാളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. കാരണം ഇങ്ങനത്തെ ഒരു അവസരം എനിക്ക് തന്നതിൽ അല്ലേ, നമുക്ക് എല്ലാവർക്കും നമുക്ക് അമ്മാരി ചാൻസ് നമ്മൾ വിൽപ്പ് കൊടുത്തിട്ടുള്ളത്. ഉറങ്ങിക്കാണി. ആക്ഷൻ 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 ആക്ഷൻ. നിങ്ങൾ തട്ടി നീപ്പിക്കാട്ടോ. നെട്ടി നീക്കി എനിക്ക് ഞാൻ നെട്ടി നീക്കലില്ല. ഒറിജിനാലിറ്റി വേണ്ട, ഞാൻ അങ്ങനെ നെട്ടല്ലോ. എന്നാലും വെറുതെ ആക്ടിങ്. ആക്ടർ നെട്ടി നീച്ചതാ. നെട്ടി നീക്കണ്ട ശരിക്കും. ഇല്ല ബാസിലിന്റെ ക്യാരക്ടർ കേട്ടോ. സ്വന്തം ക്യാരക്ടർ ബാസിലിന്.
ചുണ്ടനക്ക് ഒരു ഉമ്മ കൊടുത്തോ? ഒരു ഉമ്മടുക്ക് അങ്ങനത്തെ സാധനം കിട്ടണം. കൊടുക്ക് ബാസില്ല. ഇതിലൊരു പാക്കപ്പ് പറശി വന്നിക്കടെ. ഷൂട്ടിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. ഷാനിന്റെ മുഖം മാറി. ഗ്ലോബലിക്ക ഫാൻസ് ആയിക്കോട്ടെ. പട്ടിനെ ഒഴിവാക്കില്ലേ? ഓക്കെ പട്ടി പാക്കപ്പ്. ഓക്കെ സോറി. അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മളെ വേണ്ടി വന്നു സ്റ്റാർട്ട് ചെയ്ത കറക്റ്റ് ദിവസം പാക്കപ്പ് ആവാം. അതെ. അപ്പോ ഈ കൊച്ചു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ 3-ാം തീയതി വീഡിയോ ഇറങ്ങും. വീഡിയോ ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇത് ഇടാ. അപ്പൊ അതെ, വീഡിയോ ഇറങ്ങിയിട്ടാണല്ലോ വ്ളോഗ് ഇടുക. അതാണല്ലോ അപ്പൊ അപ്പോഴാണ് ഇടേണ്ടത്. അപ്പൊ വീഡിയോ കണ്ടിട്ട് എല്ലാരും ഇതിന്റെ കമന്റിൽ അഭിപ്രായം അറിയിക്കുക. അറിയിക്കുക. പാട്ടിന്റെ പേരെന്താ? 2 വരി പാടിക്ക. വേറെ പാട് കടലല്ല. അപ്പൊ ഇതിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം വിട്ടുപോയതല്ല. എന്താ പറയണ്ടതെന്ന് അറിയാത്ത ടെൻഷനോട് വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എല്ലാവരെയും BTS ഞാൻ അങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും അപ്പോഴുള്ള ആരെങ്കിലും കൊണ്ടോ അല്ലെങ്കിൽ പറ്റുന്നതൊക്കെ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ എടുത്തു വെച്ചിന്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം.